Hello guys, welcome to the class. So നമ്മളിന്ന് പാർട്ട് 4 ആണ്. ഓക്കെ, സോ എന്താണ് ടെറിഡോഫൈറ്റ്സ്? സോ ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഹോസ്റ്റൈൽ ഫേൺസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. അപ്പം നമുക്ക് എന്താ അറിയാം, ആൽഗേനേക്കാളും അഡ്വാൻസ്ഡ് ആണ് ആര്? നമ്മുടെ ബ്രയോഫൈറ്റ്. ബ്രയോഫൈറ്റിനേക്കാളും അഡ്വാൻസ്ഡ് ആണ് ആര്? ടെറിഡോഫൈറ്റ്. ഓക്കെ, ടെറിഡോഫൈറ്റ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഓക്കെ, ടെറിഡോഫൈറ്റ്സ് include hostile ferns, hostiles. Pteridophytes include hostiles and ferns. Okay. Pteridophytes are used as medicinal purpose. നമ്മൾ മെഡിസിനൽ പേർപ്പസിന് അതേപോലെ സോയിൽ ബൈൻഡേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ടെറിഡോഫൈറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവർ നമ്മൾ ഓർണമെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം മെഡിസിനൽ പേർപ്പസ്, സോയിൽ ബൈൻഡേഴ്സ്, ഓർണമെന്റ്സ് ആയിട്ട് നമ്മൾ ആരെ ഉപയോഗിക്കുന്നുണ്ട്? ടെറിഡോഫൈറ്റിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇവരാണ് എന്ത്? ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്, വാസ്കുലർ ടിഷ്യൂസ് ഉള്ള ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണ് ആര്? നമ്മുടെ ടെറിഡോഫൈറ്റ്സ്. ഈ വാസ്കുലർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? സൈലും ഫ്ലോയും. ഓക്കെ, സോ ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ് ആണ് എന്തുള്ള? വാസ്കുലർ ടിഷ്യൂസ് ഉള്ള ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണ് ആര്? നമ്മുടെ ടെറിഡോഫൈറ്റ്സ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ മെയിൻ പ്ലാന്റ് ബോഡി എന്താണ്? സ്പോറോഫൈറ്റ് ആണ്. ഓക്കെ, ടെറിഡോഫൈറ്റ്സിന്റെ മെയിൻ പ്ലാന്റ് ബോഡി എന്താ? സ്പോറോഫൈറ്റ് ആണ്. പക്ഷെ നമ്മൾ ബ്രയോഫൈറ്റ്സ് എന്തായിരുന്നു പഠിച്ചത്? ബ്രയോഫൈറ്റിന് മെയിൻ പ്ലാന്റ് ബോഡി ഗാമറ്റോഫൈറ്റ് ആയിരുന്നു അല്ലെ? സോ നമ്മുടെ ടെറിഡോഫൈറ്റിൽ മെയിൻ പ്ലാന്റ് ബോഡി എന്താ? സ്പോറോഫൈറ്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇത് ഡിഫറൻഷിയേറ്റഡ് ഇൻടു ട്രൂ റൂട്ട്, ട്രൂ സ്റ്റെം, ട്രൂ ലീഫ്. നമ്മൾ ബ്രയോഫൈറ്റ് വരെ നോക്കിയാൽ എന്തായാലും അവിടെ റൂട്ട് ലൈക്ക് അല്ലെങ്കിൽ സ്റ്റെം ലൈക്ക് അല്ലെങ്കിൽ ലീഫ് ലൈക്ക് ആയ സ്ട്രക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തുണ്ട്? ട്രൂ ആയിട്ട് റൂട്ട് ഉണ്ട്, ട്രൂ ആയിട്ട് സ്റ്റെം ഉണ്ട്, ട്രൂ ആയിട്ട് ലീഫ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവർ വെൽ ഡിഫറൻഷിയേറ്റഡ് വാസ്കുലർ ടിഷ്യൂസ് ഉള്ള ആൾക്കാർ. വാസ്കുലർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ സൈലും ഫ്ലോയും. അപ്പോൾ അതൊക്കെ നല്ല ഡിഫറൻഷിയേറ്റ്, നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അതേപോലെ നമുക്ക് ടെറിഡോഫൈറ്റ് കാണുന്ന ലീഫ് ഒന്നെങ്കിൽ സ്മോൾ ആവാം അല്ലെങ്കിൽ ലാർജ് ആവാം. സ്മോൾ ലീഫ് എവിടെയാണ് കാണുന്നത്? സെലാജിനയിലെ. മൈക്രോഫിൽ എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോ മീൻസ് സ്മോൾ, ഫിൽ എന്ന് പറഞ്ഞാൽ ലീഫ്. ഓക്കെ, അപ്പൊ അത് സെലാജിനയിലാണ് സ്മോൾ ലീഫ് കാണുന്നത്. അതേപോലെ ലാർജ് ലീഫ് കാണുന്നത് ഫേൺസിലാണ്. ഫിൽ എന്ന് പറഞ്ഞാൽ ലീഫാണ്, മാക്രോ പറഞ്ഞാൽ വലുതാണ്. ഓക്കെ, വലിയ ലീഫ് കാണുന്നത് ഫേൺസിലാണ്. ഓക്കെ, ദി സ്പോറോഫൈറ്റ് ബിയർ സ്പൊറാൻജിയ ദാറ്റ് ആർ സബ്സ്റ്റൻഡഡ് ബൈ ലീഫ് ലൈക്ക് അപ്പൻഡേജസ് കോൾഡ് സ്പോറോഫിൽ. ഇപ്പൊ നമ്മുടെ സ്പോറോഫിലിന്റെ അകത്ത് ഈ സ്പോറോഫൈറ്റ്, അതായത് ഇപ്പം ഇതൊരു സ്പോറോഫിൽ ആണെങ്കിൽ ഇതിനകത്ത് എന്തുണ്ടാവും? സ്പോർസ് ഉണ്ടാവും. ഓക്കെ, അതിനെ ബിയർ ചെയ്ത് അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കാം? സ്പോറോഫിൽ എന്ന് വിളിക്കും. ഓക്കെ, അതായത് സ്പോറോഫൈറ്റ് സ്പൊറാൻജിയനകത്ത് സ്പോർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുക? അതിനെ സ്പോറോഫിൽ എന്ന് വിളിക്കും. ഓക്കെ, ഇൻ സം കേസസ് സ്പോറോഫിൽ മീൻ ഡിസ്റ്റിങ്ക്ട് form distinct compact structure called strobili or cones. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രോബിലി. ഓക്കെ, അപ്പം നമ്മുടെ സ്പോറോഫിൽ എന്താണ്? അവർ ഡിസ്റ്റിങ്ക്ട് കോമ്പാക്റ്റ് ആയ സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറിന്റെ പേരെന്താണ്? സ്ട്രോബിലി അല്ലെങ്കിൽ കോൺസ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് സെലാജിനില്ല എക്യുസിറ്റം. ഓക്കെ, ദ സ്പൊറാൻജിയ പ്രൊഡ്യൂസ് സ്പോർസ് ബൈ മിയോസിസ് ഇൻ ദി സ്പോം ഓഫ് ദ സെൽ. ഓക്കെ, അപ്പം ഈ സ്പൊറാൻജിയ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സ്പോം ഓഫ് ദ സെൽ, റിഡക്ഷൻ ഡിവിഷൻ. മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷൻ വഴി സ്പോം ഓഫ് ദ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ദ സ്പോർസ് ജെർമിനേറ്റ് ടു ഗിവ് റൈസ് ടു ഇൻസ്കോൺസ്പിക്കസ് സ്മോൾ ബട്ട് multicellular free living photosynthetic thalloid gametophytes called prothallus. ഓക്കെ, സോ എന്താണ് നമ്മുടെ സ്പോർ ജെർമിനേറ്റ് വരുന്നത്? ഒരു ഇൻകോൺസ്പിക്കസ്, അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതിനാണ് എന്ത് പറയാം? ഇൻകോൺസ്പിക്കസ്. അതേപോലെ സ്മോൾ ആണ്, പക്ഷേ എന്താണ് അവർ? മൾട്ടി സെല്ലുലർ ആയിട്ടുള്ള ഫ്രീ ലിവിങ്. അവർ ഫോട്ടോസിന്തറ്റിക് ആണ്. താലോയിഡ് ഗാമറ്റോഫൈറ്റ്, അതിനാണ് എന്ത് വിളിക്കുക? പ്രോതാലസ്. നമ്മൾ ഇതുവരെയൊക്കെ നമ്മൾ എന്തായാലും ഗാമറ്റോഫൈറ്റ്, മെയിൽ ഗാമറ്റോഫൈറ്റ്, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്നാണ് പഠിച്ചത്. ഇവിടെ നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രോതാലസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ, സോ നമ്മൾ ഫീമെയിൽ പ്രോതാലസിനും മെയിൽ പ്രോതാലസിനാണ് പറയുന്നുണ്ടാവും. ഓക്കെ, ദ ഗാമറ്റോഫൈറ്റ് റിക്വയർ കൂൾ ഡാം ഷെയ്ഡി പ്ലേസസ് ടു ഗ്രോ. അപ്പൊ നമ്മുടെ ഈ ഗാമറ്റ്, അതായത് പ്രോതാലസ്, അതായത് ഗാമറ്റോഫൈറ്റിന് എന്ത് സ്ഥലത്താണ് വളരുക? അതിന് തണുപ്പുള്ള, ഈർപ്പമുള്ള, അധികം വെളിച്ചം കിട്ടാത്ത സ്ഥലത്താണ് നമ്മുടെ പ്രോതാലസ് വളരുന്നുണ്ടാവുക. ഓക്കെ, കാരണം എന്താ അറിയോ? അവർക്ക് ഫെർട്ടിലൈസേഷൻ നടത്തണമെങ്കിൽ അവർക്ക് എന്ത് വേണം? വാട്ടർ വേണം. ബിക്കോസ് ദി സ്പെസിഫിക് റെസ്ട്രിക്റ്റഡ് റിക്വയർമെന്റ് നീഡ് ഫോർ വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ. വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഫെർട്ടിലൈസേഷൻ നടത്താൻ കഴിയും. ഓക്കെ, അതിനെ കൊണ്ടാണ് അവർ എവിടെ കാണുന്നത്? കൂൾ ഡാം ഷെയ്ഡി പ്ലേസസിൽ കാണുന്നത്, അല്ലെങ്കിൽ അവിടെ വളരുന്നത്. ഓക്കെ, ദ സ്പ്രെഡ് ഓഫ് ലിവിംഗ് ടെറിഡോഫൈറ്റ് ഈസ് ലിമിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ടു നാരോ ജിയോഗ്രഫിക്കൽ റീജൻ. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് റീജിയൻസിലേക്ക് ഇവർ സ്പ്രെഡ് ആവുന്നില്ല. ഇവർ ചെറിയൊരു റീജിയനിൽ മാത്രമേ, ജിയോഗ്രഫിക്കൽ റീജിയൻസിൽ മാത്രമേ നമുക്ക് ഇവരെ ടെറിഡോഫൈറ്റ്സിനെ കാണാൻ കഴിയുന്നത്. ഓക്കെ, നമ്മുടെ ഗാമറ്റോഫൈറ്റിന്റെ നമ്മൾ സെക്സ് ഓർഗൻസ് നോക്കുകയാണെങ്കിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയം, മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രീഡിയ. മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രീഡിയം, ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയാണ്. ഓക്കെ,
അപ്പോൾ വാട്ടർ ഈസ് റിക്വയർഡ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ആന്ത്രോസോയിഡ്സ്, അതായത് നമ്മുടെ മെയിൽ ഗാമേറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനാണ് എന്ത് ആവശ്യം, വെള്ളത്തിന്റെ ആവശ്യമുള്ളത്. അതേപോലെ മെയിൽ ഗാമേറ്റ് റിലീസ് ഫ്രം ആന്ത്രീഡിയ, ആന്ത്രീഡിയത്തിൽ നിന്നാണ് ആന്ത്രോസോയിഡ്സ് റിലീസ് ആവുന്നത്. ഓക്കെ, എങ്ങോട്ട് റിലീസ് ആവുന്നത്, ആർക്കിഗോണിയത്തിലേക്ക്, ദ മൗത്ത് ഓഫ് ദി ആർക്കിഗോണിയം. അങ്ങനെ നമ്മുടെ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും കൂടെ ഫ്യൂസ്, അതായത് മെയിൽ ഗാമേറ്റ് ആന്ത്രോസോയിഡ്സും അതേപോലെ തന്നെ എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് എന്ത് റിസൾട്ട് ചെയ്യും, സൈഗോട്ട് ഫോം ചെയ്യുന്നുണ്ടാവും. ഈ സൈഗോട്ട് നേരെ മൾട്ടി സെല്ലുലാർ ഡിഫറൻഷിയേറ്റ് ചെയ്ത സ്പോറോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് എന്ത്, ഡോമിനന്റ് ഫേസ്. നമ്മുടെ ടെറിഡോഫൈറ്റിലെ ഡോമിനന്റ് ഫേസ് ആണ് ആര്, സ്പോറോഫൈറ്റ്. ഓക്കെ, ബ്രയോഫൈറ്റ് ഡോമിനന്റ് ഫേസ് ഏതായിരുന്നു, ഗാമറ്റോഫൈറ്റ് ആയിരുന്നു. ടെറിഡോഫൈറ്റിലെ ഡോമിനന്റ് ഫേസ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്. ഓക്കെ, നമ്മുടെ ടെറിഡോഫൈറ്റ് നോക്കുകയാണെങ്കിൽ അധിക സ്പോറും സിമിലർ കൈൻഡ്സ് ആണ്. നമ്മുടെ ടെറിഡോഫൈറ്റ് നോക്കുകയാണെങ്കിൽ അധിക സ്പോർസും സിമിലർ കൈൻഡ്സ് ആണ്. സോ അത് നമ്മൾ എന്ത് വിളിക്കും, ഹോമോസ്പോറസ് പറയും. ഹോമോ മീൻസ് സിമിലർ അല്ലേ, ഇപ്പൊ സ്പോറസ് എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള സ്പോറസുകളൊക്കെ നമ്മൾ എന്ത് വിളിക്കും, ഹോമോസ്പോറസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സെലാജിനെല്ലിയും സാൽവിനൊക്കെ അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും, രണ്ട് കൈൻഡ് ഓഫ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒന്ന് ലാർജും ഒന്ന് സ്മോൾ സ്പോറും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അവർ നമ്മൾ എന്ത് വിളിക്കും, ഹെട്രോസ്പോറസ്. ഹെട്രോ എന്ന് പറഞ്ഞാൽ തന്നെ ഡിഫറെന്റ് അല്ലേ. അപ്പം ഹെട്രോസ്പോറസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെലാജിനെല്ലിയും സാൽവിനും. കാരണം എന്താ, അവർ രണ്ട് കൈൻഡ് ഓഫ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വലിയ സ്പോറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ചെറിയ സ്പോറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹെട്രോസ്പോറസ് ആണ്. നമ്മൾ സാൽവിനെയും സെലാജിനെല്ലിയും ഹെട്രോസ്പോറസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്, അവർ രണ്ട് കൈൻഡ് ഓഫ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു വലിയ സ്പോറും ഒരു ചെറിയ സ്പോറും. ഓക്കെ ആണോ? The megaspores and microspores germinate to give rise to female and male gametophyte. മെഗാസ്പോറിൽ നിന്ന് ഫീമെയിൽ ഗാമേറ്റും മൈക്രോസ്പോറിൽ നിന്നും മെയിൽ ഗാമേറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ടല്ലോ, അവരെവിടെ തന്നെ നിൽക്കും, പാരന്റ് സ്പോറോഫൈറ്റിന് മുകളിൽ തന്നെ അവർ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ഒരു കുറച്ച് കാലത്തേക്ക് അവരെവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക, നമ്മുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് കുറച്ചു കാലം നമ്മുടെ പാരന്റിന്റെ സ്പോറോഫൈറ്റിൽ തന്നെയാണ് അവർ നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, ദ ഡെവലപ്മെന്റ് ഓഫ് ദി സൈഗോട്ട് ഇൻ ടു യങ് എംബ്രിയോസ് ടേക്ക് പ്ലേസ് വിത്തിൻ ദി ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. നമ്മുടെ എംബ്രിയോയുടെ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്ന എവിടെ വെച്ചിട്ട് അറിയോ, നമ്മുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മുടെ സൈഗോട്ട് എംബ്രിയോ ഒക്കെ ആയി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം എംബ്രിയോ ഡെവലപ്പ് ആവുന്നത് നമ്മുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഈ ഇവന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിക്കോസർ ടു സീഡ് ഹാബിറ്റ്, കൺസിഡർഡ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ എവല്യൂഷൻ. അതായത് നമ്മൾ അടുത്ത ജനറേഷൻ നോക്കുകയാണെങ്കിൽ ജിംനോസ്പേംസ് ആണ്. ജിംനോസ്പേംസിൽ നമുക്ക് സീഡ് കാണാം അല്ലേ. സോ അപ്പൊ ഈ സീഡ് കാണുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ആയിരുന്നു എന്ത്, ഈ സംഭവം. എന്ത് സംഭവം, നമ്മുടെ സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്നത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിനുള്ളിൽ വെച്ചിട്ടാണ്. ഈ ഇവന്റ് ആണ് എന്ത്, നമ്മുടെ സീഡ് ഹാബിറ്റിന്റെ തൊട്ട് മുന്നേ നടക്കുന്ന സ്റ്റേജ്. സോ ഇതൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ആയിരുന്നു, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് റെവല്യൂഷൻ ആയിരുന്നു. ഓക്കെ, സോ അതിനുശേഷം ഒന്നാണ് ജിംനോസ്പം, അതിൽ എന്തുണ്ട്, സീഡ് ഉണ്ട്. ഓക്കെ, ഇനി ടെറിഡോഫൈറ്റിലും ക്ലാസിഫിക്കേഷൻ നോക്കിയാലോ, സിറോപ്സിഡ, ലൈക്കോപ്സിഡ, സ്പീനോസ്ഫിഡ ആൻഡ് ടെറോപ്സിഡ. ഓക്കെ ആണോ? ഓക്കെ, നമുക്കിതിന്റെ ലൈഫ് സൈക്കിളും കൂടെ നോക്കാം. ജിംനോസ്പേമിന്റെ ടെറിഡോഫൈറ്റിന്റെ ലൈഫ് സൈക്കിളും കൂടെ നോക്കാം. ഓക്കെ, ഇവരുടെ മെയിൻ പ്ലാന്റ് ബോഡി ആരാ, ടെറിഡോഫൈറ്റിന്റെ മെയിൻ പ്ലാന്റ് ബോഡി ആരാ, സ്പോറോഫൈറ്റ് ആണല്ലേ. സ്പോറോഫൈറ്റ് എന്താ, ഡിപ്ലോയിഡ് കണ്ടീഷനിലാണ്. ആ സ്പോറോഫൈറ്റിന്ന് എന്ത് ഡെവലപ്പ് ചെയ്യും, മൈക്രോസ്പൊറാഞ്ചിയം. അതേപോലെ തന്നെ മെഗാസ്പൊറാഞ്ചിയം. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നിന്ന് എന്താ ഡെവലപ്പ് ചെയ്യുക, മൈക്രോസ്പോർ മദർ സെൽ. മെഗാസ്പോറിന്ന് മെഗാസ്പോർ മദർ സെൽ. ഓക്കെ, ഇനി മൈക്രോസ്പോറിന്ന് മദർ സെല്ലിന് മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്യും. മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്യും. മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് എന്ത് ഡെവലപ്പ് ചെയ്യും, മെഗാസ്പോറും ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ. ഓക്കെ, ഈ മൈക്രോസ്പോറിൻ്റെ അകത്ത് നിന്ന് മെയിൽ പ്രോത്താലസ്, മെഗാസ്പോറിൽ നിന്ന് ഫീമെയിൽ പ്രോത്താലസ്. മെയിൽ പ്രോത്താലസിന് എന്താ ഡെവലപ്പ് ചെയ്യുക, ആന്ത്രീഡിയം. ഫീമെയിൽ പ്രോത്താലസിന് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക, ആർക്കിഗോണിയം. ആന്ത്രീഡിയത്തിൽ നിന്ന് എന്ത് ഡെവലപ്പ് ചെയ്യും, നമ്മുടെ
ആന്ത്രോസോയിഡ്സ്. ആന്ത്രോസോയിഡ്സ്. ആർക്കിഗോണിയത്തിന് എന്ത് ഡെവലപ്പ് ചെയ്യും? എഗ്ഗ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മുടെ എഗ്ഗും ആന്ത്രോസോയിഡ്സും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്യും? സൈഗോട്ട് ഫോം ചെയ്യും. ഈ സൈഗോട്ടിൽ നിന്ന് എന്ത് ഡെവലപ്പ് ആവും? എംബ്രിയോ ഡെവലപ്പ് ആവും. എംബ്രിയോ എന്ത് ഡെവലപ്പ് ആവും? സ്പോറോഫൈറ്റ്. ഓക്കെ, സോ നമ്മുടെ ടെറിഡോഫൈറ്റിന്റെ ലൈഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ സ്പോറോഫൈറ്റിൽ നിന്ന് മെഗാസ്പൊറാഞ്ചിയും അതേപോലെ തന്നെ മൈക്രോസ്പൊറാഞ്ചിയും ഉണ്ടാവും. ആ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നിന്ന് മൈക്രോസ്പോർ മദർ സെല്ലും മെഗാസ്പൊറാഞ്ചിയത്തിൽ നിന്ന് മെഗാസ്പോർ മദർ സെല്ലും ഉണ്ടാവും. മെഗാസ്പോറിൻ്റെ അകത്ത് നിന്ന് മെഗാസ്പോർ മദർ സെല്ലിൻ്റെ അകത്ത് മെഗാസ്പോറും മൈക്രോസ്പോർ മദർ സെല്ലിൻ്റെ അകത്ത് മൈക്രോസ്പോറും ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഈ മൈക്രോ മെയിലിനാണ്, മെഗാ ഫീമെയിൽ ആണ്. ഓക്കെ, സോ മെഗാസ്പോറിൻ്റെ അകത്ത് ഫീമെയിൽ പ്രോത്താലസും മൈക്രോസ്പോറിൻ്റെ അകത്ത് മെയിൽ പ്രോത്താലസും ഡെവലപ്പ് ചെയ്യും. നമ്മൾ പറഞ്ഞു നമ്മുടെ ഇവിടെ മെയിൽ ഗാമേറ്റ് ഫീമെയിൽ ഗാമേറ്റോഫൈറ്റ് എന്നല്ല പറയുന്നത്, അതിന് പകരം ഒരു സ്പെഷ്യലൈസ് സ്ട്രക്ചർ ആണ് എന്ത്? പ്രോത്താലസ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഈ പ്രോത്താലസ് എവിടെയാണ് കാണുന്നുണ്ടാവുക? തണുപ്പുള്ള ഡാമ്പായ അധികം വെളിച്ചൊന്നും കിട്ടാത്ത സ്ഥലത്താണ് നമ്മൾ ഈ പ്രോത്താലസ് ഗ്രോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ മെഗാസ്പോറിന് ഫീമെയിൽ പ്രോത്താലസും മൈക്രോസ്പോറിന് മെയിൽ പ്രോത്താലസും ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഈ ഫീമെയിൽ പ്രോത്താലസിന് ആർക്കിഗോണിയം, മെയിൽ പ്രോത്താലസിന് ആന്ത്രീഡിയം ഉണ്ടാവും. അതേപോലെ സെക്സ് ഓർഗൻ ആയ ആർക്കിഗോണിയം ആന്ത്രീഡിയം വന്ന് അതിൽ നിന്ന് എഗ്ഗ് ഡെവലപ്പ് ചെയ്യുന്നു. ആർക്കിഗോണിയത്തിന് ആന്ത്രീഡിയത്തിന് ആന്ത്രോസോയിഡ്സ് ഇത് ഫ്യൂസ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഓക്കെ, ഈ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യുന്നു? സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് നാല് വരുന്നു, എംബ്രിയോ ഡെവലപ്പ് ആവുന്നു. എംബ്രിയോ എങ്ങോട്ട് പോകുന്നു? സ്പോറോഫൈറ്റിലേക്ക്. ഓക്കെ, സോ ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ ലൈഫ് സൈക്കിൾ. ഓക്കെ, അപ്പം സ്പോറോഫൈറ്റിന് മെഗാസ്പോറും മൈക്രോസ്പോറും, മെഗാസ്പോറിന് മെഗാസ്പോർ മദർ സെല്ല്, മൈക്രോസ്പൊറാഞ്ചിയത്തിന് മൈക്രോസ്പോർ മദർ സെല്ല്, മൈക്രോസ്പോർ മദർ സെല്ലിന് മൈക്രോസ്പോർ, മെഗാസ്പോർ മദർ സെല്ലിന്ന് ആരാ വരുന്നത്? മെഗാസ്പോർ. മെഗാസ്പോറിന് ഫീമെയിൽ പ്രോത്താലസ്, മൈക്രോസ്പോറിന് മെയിൽ പ്രോത്താലസ്, ഫീമെയിൽ പ്രോത്താലസിന് ആർക്കിഗോണിയം, മെയിൽ പ്രോത്താലസിന് ആന്ത്രീഡിയം, അതിൽ നിന്ന് ആർക്കിഗോണിയത്തിന് എഗ്ഗും ആന്ത്രീഡിയത്തിന് ആന്ത്രോസോയിഡ്സും ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് സൈക്കോട്ട് ഫോം ചെയ്യും. സൈക്കോട്ടിൽ ആര് ഡെവലപ്പ് ആവുന്നു? എംബ്രിയോ. എംബ്രിയോന്ന് സീഡ് ആവും. ഓക്കെ, ക്ലിയർ ആണോ? റെഡി ആണോ? ഓക്കെ, സോ ഇത് നന്നായിട്ട് വരച്ച് പഠിച്ചാൽ മാത്രമേ ഇത് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഇത്ര മാത്രമാണ് ടെറിഡോഫൈറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ജിംനോസ്പേംസ് നോക്കാം. ഓക്കെ, സോ ഓക്കെ, താങ്ക് യു. സോ നമ്മുടെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ.